എല്ലാവർക്കും നമസ്കാരം. കാറ്റ് പെർഫെക്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ട്രിം അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ഈ രണ്ട് കമാൻഡുകളും പുതിയ വെർഷൻസ് ഓഫ് ഓട്ടോകാഡിൽ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ പഴയ വെർഷനിലേക്ക് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അതായത് പുതിയ വെർഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് പഴയ വെർഷൻ ഉപയോഗിച്ച് പുതിയ വെർഷനിലെ ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എപ്പോഴും ഞാനെപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് പുതിയ വെർഷൻസിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. എങ്കിലും പഴയ വെർഷനിലോട്ട് നമുക്ക് തിരിച്ചു പോകാൻ, അല്ലെങ്കിൽ ആ പഴയ കമൻസിലോട്ട് തിരിച്ചു പോകാൻ ഒരു ഓപ്ഷൻ ഓട്ടോകാഡ് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും. ഞാൻ ഷിനോജ് നിങ്ങളുടെ ഒപ്പം. അപ്പോൾ സ്ക്രീനിൽ അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് വെർഷൻസിൽ ട്രിം ചെയ്യുമ്പോൾ ചില ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് ട്രിമ്മിൻ്റെ. അത് എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ആ ചേഞ്ചസ് പഴയ വെർഷനിലോട്ട് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അത് ആദ്യം എന്താണ് ട്രിം ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം, അതായത് പഴയ വെർഷൻ പുതിയ വെർഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ ട്രിം കമാൻഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ആദ്യം പഴയ വെർഷൻസിലൊക്കെ ഇവിടെ നിന്നിട്ടാണ് എനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ടെങ്കിൽ ആദ്യം ഇത് സെലക്ട് ചെയ്യും, ഈ വെർട്ടിക്കൽ ലൈൻ സെലക്ട് ചെയ്യും. പിന്നെ എവിടെ നിന്നിട്ടാണ്, അതായത് ഇതൊരു ബൗണ്ടറിയാണ്, ഇത് എവിടെ നിന്നിട്ടാണ് കട്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാറ്. ഓക്കെ, ഇത് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ കേഴ്സർ കൊടുത്ത് വയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ വരും. പക്ഷേ പഴയ വെർഷനിൽ വെച്ചാൽ കട്ടിങ് എഡ്ജ് ഇവിടെയുണ്ട്, അത് കട്ടിങ് എഡ്ജ് കൊടുത്തു, ഞാൻ ഇത് കൊടുത്തു. പിന്നെ സെലക്ട് ട്രിം ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇത് ഇങ്ങനെയാണ് ട്രിം ചെയ്ത് പോകാറ്. കണ്ടോ? പക്ഷേ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ വരുമ്പോൾ സാധാരണ നമ്മൾ ട്രിം കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പഴയ വെർഷൻസിൽ ഇങ്ങനെ കട്ടിങ് എഡ്ജ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ പറയും കട്ടിങ് എഡ്ജ്, സെലക്ട് കട്ടിങ് എഡ്ജ് എന്ന് പറയും. പക്ഷേ പുതിയ വെർഷൻസിൽ അത് അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. ഓക്കെ, പക്ഷെ പലർക്കും ഇത് ഭയങ്കര കൺഫ്യൂഷനാണ്. അവർക്ക് പഴയ വെർഷൻ തന്നെ മതി, അതാണ് അവർക്ക് കംഫർട്ടബിൾ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിപ്പോൾ പുതിയ വെർഷൻസിലാണെങ്കിലും എനിക്കിത് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാം. കണ്ടോ? കട്ടിങ് എഡ്ജ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് പോകാവുന്ന കാര്യമാണ്. പക്ഷേ ഞാനിനി പഴയ വെർഷനിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതിനുള്ള കമാൻഡാണ് ട്രിം എക്സ്റ്റെൻഡ് മോഡ്. അതായത് നമ്മളിപ്പോൾ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് ട്രിം എക്സ്റ്റെൻഡ് മോഡ് MOD അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാല്യൂ ചോദിക്കും. ആണോ? ഇവിടെ താഴെ ഇപ്പം ഇത് 1 ആണ് ഇപ്പോൾ കിടക്കുന്നത്. അത് ലേറ്റസ്റ്റ് വെർഷനിൽ ഇത് ബൈ ഡിഫോൾട്ടായിട്ട് 1 വരുന്നുണ്ടാവുക. നമ്മളിതിന് ജസ്റ്റ് 0 ആക്കുന്നു. സിമ്പിളാണ്. 0 ആക്കി. ഇനി നമ്മൾ വീണ്ടും ട്രിം കമാൻഡ് കൊടുക്കുമ്പോൾ ട്രിം കമാൻഡ് ഞാൻ കൊടുത്തു. അപ്പോൾ കണ്ടോ? അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ചോദിക്കുന്നു, ഇവിടെയാണ് കട്ടിങ് എഡ്ജാണ് നമ്മൾ ചോദിക്കുന്നത്. കണ്ടോ? ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ആ എഡ്ജ് ചോദിക്കുന്നു. കണ്ടോ? ഇപ്പോൾ ഇത് പഴയ വെർഷനിലോട്ട് തന്നെ നമ്മൾ മാറിക്കഴിഞ്ഞു. കണ്ടോ? ഈസിയാണ്. അപ്പോൾ ട്രിം എക്സ്റ്റെൻഡ് മോഡ് അതാണ് ആ കമാൻഡ്. ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീണ്ടും ട്രിം എക്സ്റ്റെൻഡ് മോഡ് അതെ ഇവിടെ താഴത്ത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് എൻ്റർ ചെയ്യുന്നു. ഇതിന് 1 ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഞാൻ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കൊടുത്തു. ഇനി നമ്മൾ ട്രിം കമാൻഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ? ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇങ്ങനെ ബൈ ഡിഫോൾട്ടായിട്ട് അത് കട്ട് ചെയ്യും. അപ്പം ഈ രണ്ട് കമാൻഡിന് വാല്യൂ 0 ആൻഡ് 1 മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഴയ വെർഷനും പുതിയ വെർഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പുതിയ ചേഞ്ച് വന്നതാണ് ഓട്ടോകാഡിൽ. പക്ഷേ പഴയ ചേഞ്ചിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാനും പറ്റുന്ന ഒരു കമാൻഡാണ് ട്രിം എക്സ്റ്റെൻഡ് മോഡ്. അതിൻ്റെ വാല്യൂ 0 ആൻഡ് 1 കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റും, 0 കൊടുത്തു കഴിഞ്ഞാൽ പഴയതാവും. ഓക്കെ, അപ്പോൾ കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത് 1-2 പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും എക്സ്പെർട്ട് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചു തന്നെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.